തിരുവനന്തപുരത്തേക്ക് ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വരും. BJP സംസ്ഥാന അധ്യക്ഷന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരും. എന്താണ് തിരുവനന്തപുരത്ത്, എങ്ങനെയാണ് BJP ഇത്രയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയെടുത്തത്? പ്രധാനപ്പെട്ട കീ പ്രദേശങ്ങൾ BJPക്ക് ഒപ്പം നിന്നതിന്റെ സൂചന എന്താണ്? അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനയാണോ? ആർ ശ്രീലേഖ ജയിച്ചിരിക്കുന്നത് ശാസ്തമംഗലത്ത് മധ്യവർഗ വോട്ടർമാരിൽ NDA കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ടോ? ചെട്ടിവിളാകത്തും NDA ആണ് നേടിയത്. തീരപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ BJPയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹം കൂടെ നിന്ന് തുടങ്ങുന്നു. അങ്ങനെ ഒരു സൂചന അവിടെ നിന്നുണ്ടോ? എസ്റ്റേറ്റ് നേമത്ത്, അതായത് BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ നേമം നിലനിർത്താൻ കഴിയുന്നതോടുകൂടി നേമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നുള്ള BJPയുടെ ആ പ്രതീക്ഷയ്ക്ക് കൂടി അടിവരയിടുകയാണ്. കരമന, നെടുങ്ങാട്, കാലടി, പൂങ്കുളം, അതായത് 2020 നിന്നുള്ള 33 വാർഡുകളിൽ നിന്നുള്ള വലിയ കുതിപ്പ് ഈ പ്രദേശങ്ങളെല്ലാം എടുത്താൽ വ്യക്തമാകും. ആക്കുളം, കാര്യവട്ടം തുടങ്ങിയ ഈ കഴക്കൂട്ടം അടക്കമുള്ള പ്രദേശങ്ങൾ, അതായത് ഈ വിദ്യാഭ്യാസം, IT തുടങ്ങിയ യുവ വോട്ടർമാരുടെ കോക്കസ് ഉള്ള അല്ലെങ്കിൽ യുവ വോട്ടർമാർക്ക് കൂടുതൽ ശക്തിയുള്ള സ്ഥലങ്ങളിലും സ്വാധീനം ഉറപ്പിക്കാൻ, വോട്ട് കൂട്ടാൻ, വോട്ട് ഷെയർ കൂട്ടാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൃത്യമായി ഞങ്ങൾ നഗര കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുന്നു എന്നുള്ള സംസ്ഥാന അധ്യക്ഷന്റെ അവകാശവാദം, കണക്കുകൾ ഒരുപക്ഷെ അത് നേരത്തെയാണ് അഭിലാഷ് ഇപ്പോഴേ പറയുന്നത്. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പോലും അതെടുത്ത് പറയേണ്ടതുണ്ട്. അതായത് ഓരോ ഏരിയ തിരിച്ചുകൊണ്ട് BJP നടത്തിയ പ്രചാരണം കൃത്യമായി മാറിയിരിക്കുന്നു എന്നുകൂടിയാണോ? അങ്ങനെയാണെങ്കിൽ ഇത് തദ്ദേശം വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടാണെന്നായിരിക്കും BJPയിൽ നിന്ന് വരാൻ പോകുന്ന അടുത്ത പ്രതികരണം. തലസ്ഥാനം പിടിക്കുന്നു BJP എന്നതാണ് ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ മുന്നണിയായി അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ മധുരം വിതരണം ചെയ്യുന്നുണ്ട് എന്നതും മനസ്സിലാക്കാം. എന്തായാലും വലിയൊരു ആഘോഷത്തിലേക്കാണ്, വിജയയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് BJP എന്ന് പറയുമ്പോഴും അത് അധികാരമുറപ്പിച്ച ശേഷമായിരിക്കുമോ ആ യാത്ര എന്നതിലാണ് ഇപ്പോഴത്തെ ആകാംക്ഷ. അതിന് ഇനി ഒരു സീറ്റിൽ കൂടി മുന്നേറേണ്ടതുണ്ട്. നിലവിൽ 50 സീറ്റുകളിൽ ആണ് NDAയുടെ തേരോട്ടം തുടരുന്നത്. അങ്ങനെ അവർ അർദ്ധസെഞ്ചുറി തികയ്ക്കുമ്പോഴും അത് അധികാരത്തിലേക്ക് എത്തുന്നതിനുള്ള അംഗസംഖ്യ ആയിട്ടില്ല എന്നതാണ് അറിയേണ്ടത്. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിൽ നിൽക്കുന്നു BJP. 51 സീറ്റുകൾ നേടാൻ സാധിച്ചാൽ തലസ്ഥാനം BJPക്ക് ഭരിക്കാൻ സാധിക്കും. അത് ഉറപ്പിച്ച ശേഷം മാത്രമാണോ ഇതാ ഈ BJPയുടെ ആസ്ഥാനത്ത് ഇപ്പോൾ നേതാക്കൾ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു നേരത്തെ VV അരുൺ റിപ്പോർട്ട് ചെയ്തത്. അവിടേക്ക് പ്രവർത്തകരുടെ ഒരു ഒഴുക്കും അല്പസമയത്തിനകം ഉണ്ടാകും. അങ്ങനെ അവർ വിജയഭേരി മുഴക്കുകയാണ്. അല്പസമയത്തിനകം ആ യാത്ര അവിടെ നിന്ന് ആരംഭിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ എല്ലാ വാർഡുകളിലെയും എല്ലാ ഡിവിഷനുകളിലെയും വോട്ടുകൾ എണ്ണിത്തീർന്ന ശേഷം അങ്ങനെ കൃത്യമായി ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കുമോ അവരുടെ ആ യാത്ര ആരംഭിക്കുക? അക്കാര്യങ്ങളിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും BJPയുടെ ഓഫീസിൽ ഇപ്പോൾ വലിയ ആഘോഷം തന്നെയാണ്, വലിയ സന്തോഷം തന്നെയാണ്. 2025 എത്തുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏത് തരത്തിലാണ് നേട്ടവും കോട്ടവും ഉണ്ടാക്കിയിരിക്കുന്നത്? LDF 51 തൊട്ട് 52 വരെ, അങ്ങനെ ഭരണം പിടിച്ച LDFന് ഇത്തവണ 15 മുതൽ 22 വരെ ഈ ഇപ്പോഴുള്ള ഒരു ചിത്രത്തിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് LDF കടക്കുമ്പോൾ BJP ഉണ്ടാക്കിയിരിക്കുന്ന വലിയ കുതിപ്പ്. രമേശ് ചെന്നിത്തല പ്രവർത്തനം UDF കോൺഗ്രസ് പാർട്ടി നടത്തുന്നതാണ്. ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം തന്നെയാണ്. ശബരിമലയെ പോലുള്ള ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റവും തുടർഭരണത്തിന്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ജനങ്ങളെ ഗൗരവത്തിലെടുക്കാതെ, ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കാതെ ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ
ഈ ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010 UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായി റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDF പറ്റിയാണ് പറഞ്ഞത്, പക്ഷേ അത് ഉണ്ടായത് LDF പറ്റിയാണ്. LDF ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDF സാധിച്ചു. എനിക്ക് ചുമതല ഉണ്ടായിരുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷനിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ LDF ഭരിക്കുകയായിരുന്നു. ഓരോ തവണയും CPM ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് 50 വർഷമായി ഭരിക്കുകയായിരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയും CPM സ്വാധീനമുള്ള മേഖലകൾ കൂട്ടിച്ചേർത്തിട്ടും മേയറെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ കോഴിക്കോട് ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഇതുപോലെയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെയുള്ള അതിശക്തമായ ഒരു തിരിച്ചടിയാണ്. ഇത് എല്ലാ പാർട്ടി പ്രവർത്തകരും ജനങ്ങൾക്കും ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നു. പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിരിക്കുന്ന ഈ വൻപിച്ച വിജയം. തന്നെയുമല്ല, നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്താൻ പാർട്ടി തീരുമാനിക്കുകയും UDF നേതാക്കന്മാർ അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് UDF ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഈ വിജയം. ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. UDF പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും 2010 വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു എന്നത് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വിജയം ഞങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് യോജിച്ച് ഒരു മനസ്സോടെ UDF പ്രവർത്തിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞാനിവിടെ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ആലപ്പുഴ DCC ഓഫീസിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, UDF അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ വാസ്തവമാണ്. അത് എൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്.